ഞാൻ തമാശ സാറിന് പറയും, സാറേ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ കഴിഞ്ഞ് ഞാൻ പറയുമ്പോൾ സാർ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ SP സ്കൂൾ മാറ്റുന്ന സമയത്ത് സാർ ലീവ് പോകാൻ ഉണ്ടായിരുന്നു നാട്ടിലേക്ക്. ഒരു 180 days ഉണ്ടായിരുന്നു. അപ്പോൾ സാറെ ലീവ് അപ്ലൈ ചെയ്തിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു സാറെ നാളെ വിളിച്ച് ചെയ്യാൻ സാരെൻ്റെ ഒപ്പം നിൽക്കുന്നു പറഞ്ഞപ്പോൾ സാറിൻ്റെ 180 ദിവസം കാൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് വെറുതെ കിടന്നതാണ്. എനിക്ക് വേണ്ടി മാത്രം നമ്മുടെ സ്കൂൾ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം സാറിൻ്റെ സമ്മർ വെക്കേഷൻ സമയത്ത് 2 മാസം നിന്നു. അതുമാത്രമല്ല നമ്മുടെ ജലീൽ സാർ, സബീർ സാർ, പിന്നെ മുസ്തഫ സാർ, പിന്നെ മുഹമ്മദ് അലി സാർ, ഇവരെല്ലാം കൂടി എന്താ അറിയാം, ഞങ്ങൾ ചെയ്ത പണി ഒരാൾക്ക് അറിയത്തില്ലല്ലോ, എന്തൊക്കെ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അറിയത്തില്ല. പിന്നെ രാത്രി പകലായിട്ട് കഷ്ടപ്പെട്ടു. SP കോൺസെപ്റ്റിംഗ് 4 ദിവസം കൂടെ ചെയ്തിരുന്നെങ്കിൽ ഈ വ്യക്തികളല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അവരുടെ എന്താ പറയുക, രാവിലെ 8 മണി പറഞ്ഞാൽ 8 മണിക്ക് അവിടെ ഉണ്ടാകും. പണിക്കാർ വരുന്നതുകൊണ്ട് ഇവരുണ്ടാകും. പിന്നെ പണിക്കാർക്കൊപ്പം ഞങ്ങളും പണിക്കാരായിട്ടാണ് പണിയെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു. നമ്മുടെ നഴ്സറി സ്കൂളിലേക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വെച്ചു. പിന്നെ പതുക്കെ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടുവന്നു. പിന്നെ അത് എല്ലാത്തിനും ഞാനും HM സാറിനുള്ള ഒരു കോർഡിനേഷൻ കൊണ്ടായിട്ടാണ് ഭംഗിയായിട്ട് പോയത്. പിന്നെ നേരത്തെ ഒരുപാട് ഫംഗ്ഷനിൽ ഒരുപാട് സാറുമാർ പറഞ്ഞതാണ്, ഖലീൽ സാർ പോയാൽ നമുക്ക് ഭയങ്കര എന്താ വേക്കൻസി ഉണ്ടാകും. പിന്നെ അവിടെ നിവർത്താനായിട്ട് പറ്റില്ലെന്ന് മൊത്തത്തിലെല്ലാം ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത് 100% സത്യമാണ്. അതേസമയം ഈ സാറുടെ എക്സ്പീരിയൻസ് നമ്മൾ കുറേ പഠിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സാറില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വിചാരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം നോബഡി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എനിബഡി. ദാറ്റ് ഈസ് ദ റിയൽ ട്രൂത്ത്. എനിവേ ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്നുണ്ടാകും. ഞാൻ റിട്ടയർമെൻ്റ് ആയാലും അഫ്കോഴ്സ് ഇൻ കേസ് ഓഫ് മെയിൻലാൻഡിൽ നമ്മൾ റിട്ടയർ ആയി എവിടെയെങ്കിലും പോയി പോകും, പിന്നെ കാണത്തില്ല. ബട്ട് ഇൻ കേസ് ഓഫ് നമുക്കുള്ള ഗ്രേറ്റ്നെസ്, ഇൻ കേസ് ഓഫ് വയലൻസ്, സാർ ആന്ധ്രത്തുണ്ടാകുന്നില്ലെങ്കിൽ ഗവർത്തി ഉണ്ടാകും, നമുക്ക് അറ്റ്ലീസ്റ്റ് കാണാനും പറ്റും, അല്ലെങ്കിൽ ഫോൺ വിളിച്ചാലും വരാനും പറ്റും. ആ ഡിസ്റ്റൻസിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് സാർ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് സന്തോഷിക്കുക. അതുപോലെ തന്നെ സാർ റിട്ടയർമെൻ്റ് ആയി പോയാലും ദീർഘകാലം നന്നായിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയാണ്. നന്ദി, നമസ്കാരം. സാറിനുള്ള ഒരു സ്നേഹോപഹാരമായി ഒരു മെമൻറ്റോ നമ്മുടെ സ്കൂൾ കോംപ്ലക്സിൻ്റെ വക നൽകുകയാണ്. നൽകുന്നതിനായി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറിനെയും EO സാറിനെയും ക്ഷണിക്കുകയാണ്. സ്വീകരിക്കാനായി പ്രിയപ്പെട്ട ഖലീൽ സാർ. അടുത്തത് ഡ്രൈപ്പിംഗ് ഓഫ് ഷോളാണ്. ഷോളിൽ പതിപ്പിക്കുന്നതിനായി സാറിന് പ്രിൻസിപ്പൽ സാറിന് ക്ഷണിക്കുകയാണ്. അടുത്തതായി അദ്ദേഹത്തെ ആദരിക്കാനായി നമ്മുടെ ബഹുമാനപ്പെട്ട EO സാർ രവി സാറിനെ ക്ഷണിക്കുകയാണ്. അടുത്ത ഒരു മൊമെന്റോ കൂടെ ഉണ്ട്. SMCയുടെ വകയായിട്ടുള്ള മൊമെന്റോ പ്രസന്റേഷനായി നമ്മുടെ SMC ചെയർപേഴ്സൺ ക്ഷണിക്കുകയാണ്. സ്വീകരിക്കാനായി ഖലീൽ സാറിനെ.
രവി സാറിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ആദരനായ ശിക്ഷാർത്ഥി ശ്രീ സി പി കരീം സർ, പ്രിൻസിപ്പൽ രാജേന്ദ്ര സർ, ചെയർമാൻ എസ്, മറ്റ് വിവിധ സ്കൂളുകളിലെ മാസ്റ്റർമാർ, സ്നേഹം നിറഞ്ഞ അധ്യാപിക അധ്യാപകന്മാരെ, ഡയറക്ടറേറ്റിലെ എൻ്റെ പുള്ളി ശ്രീ ഷാനവാസ്, മറ്റ് വിശിഷ്ടാതിഥി. സി പി കരീം സാറുമായിട്ട് പരിചയം തുടങ്ങുന്നത് 1990-ലാണ്. എന്തുകൊണ്ട് അത്ര വൈകിയെന്ന് വെച്ചാൽ ഞാൻ അന്നാണ് വന്നത് മുതലുള്ള പരിചയം കരീം സാറുമായിട്ട്. അവിടെ നിന്നങ്ങോട്ട് ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വന്ന ആദ്യം നിങ്ങളെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം ഹോസ്റ്റലിലെ നിങ്ങളുടെ വാർഡന് MGSSലെ ഹോസ്റ്റൽ വാർഡനായിരുന്നു. അന്ന് ഹോസ്റ്റൽ വാർഡൻ്റെ ജോലി നോക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു UN സെക്രട്ടറി ജനറലിൻ്റെയൊക്കെ പണി പോലുള്ള വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. കാരണം ഒരുപാട് ഐലൻഡുകളിൽ നിന്നുള്ള ഒരുപാട് കുട്ടികൾ, ആകെ 2 കോളേജ്, അവിടെ എനിക്ക് തോന്നുന്നു ഹോസ്റ്റൽ ഫുള്ളായിട്ടുള്ള ഒരു ഹോസ്റ്റൽ. അതിൻ്റെ മാനേജ്മെൻറ്റ് എന്നും പ്രിൻസിപ്പൽമാർക്ക് തലവേദനയാണ്. ആ സമയത്താണ് കരീം സാറ് വാർഡനായിട്ട് ചാർജ് എടുക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു നല്ല അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക്, കുട്ടികളുടെ ഇടയിലാണെങ്കിലും രക്ഷിതാക്കളുടെ ഇടയിലാണെങ്കിലും ഒരു നല്ല അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് പേരെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ഒരു സ്കൂൾ മേധാവിയായി ഏജമാക്കി മാറ്റുന്നത്. സാധാരണ കണ്ടുവരുന്ന ഒരു പ്രത്യേകത, നല്ല അധ്യാപകർ പലപ്പോഴും സ്കൂൾ മേധാവികളാകുമ്പോൾ മോശമായി പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത്, അല്ലെങ്കിൽ അവരൊരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് അവർ നൽകിയ സംഭാവനകൾക്കനുസരിച്ച് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത ഒരു അവസരമാണ് പലപ്പോഴും കാണാറ്. പക്ഷെ കരീം സാറിനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഉണ്ടാക്കിയ ഇംപ്രഷൻ എന്താണോ അതിനേക്കാൾ ഒരു വഴി കൂടി കടന്നുകൊണ്ടാണ് അദ്ദേഹം ഒരു HM എന്നുള്ള നിലയ്ക്കും HM എന്നുള്ള നിലയ്ക്കും. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, ഞാൻ ഇടപെട്ടിട്ടുള്ള എൻ്റെ മേലധികാരികളായിട്ടുള്ള ഒരുപാട് പേര് ഒരുപാട് അവസരങ്ങളിൽ പലപ്പോഴും മുമ്പുണ്ടായിരുന്ന സെക്രട്ടറി എഡ്യൂക്കേഷൻ, ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷന്മാരൊക്കെ പല സമയങ്ങളിലും പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് കാണിച്ചു തരുന്ന മാതൃകകളാണ്. കയ്യിൽ സാർ എങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ കയ്യിൽ എങ്ങനെയാണ് ചെയ്തത് എന്നൊന്നും നോക്കി പഠിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സംശയം ചോദിക്കും. പല കാര്യങ്ങളിലും നേരിട്ടാണെങ്കിലും അല്ലാതെയും പലപ്പോഴും ഞങ്ങൾ കരീം സാറിനോട് സംശയം ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഡയറക്ടറേറ്റിൽ ഇരിക്കുമ്പോഴും ഞങ്ങൾ പലപ്പോഴും ചെയ്യാറുള്ളത് അത് തന്നെയാണ്. ഗൗരവത്തിൽ എന്ത് പരിപാടി നടത്തുകയാണെങ്കിലും കരീം സാറിനെ ഒന്ന് വിശ്വാസത്തിലെടുത്ത് അദ്ദേഹത്തിനോട് ചോദിച്ച്, മാത്രമല്ല അദ്ദേഹം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്നേഹസമ്പന്നനും വളരെ അഡ്മിനിസ്ട്രേഷൻ ഒരു കോംപ്രമൈസും ചെയ്യാറാണ്. അത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പണ്ട് മാനേജ്മെന്റ് ക്ലാസ്സുകളിൽ ടാറ്റ പറഞ്ഞൊരു മാധ്യമമുണ്ട്. ടാറ്റയോട് ചോദിച്ചു, നിങ്ങളുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വാട്ട് ഈസ് നിങ്ങളുടെ സീക്രട്ട്, സക്സസ് ഓഫ് സീക്രട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നത്തിങ് ബട്ട് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരിലൂടെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്തു തീർക്കാനുള്ള എൻ്റെ കഴിവല്ലാതെ വേറെ ഒന്നും ടാറ്റ എന്ന സാമ്രാജ്യത്തിന് വേണ്ടി എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് തന്നെയാണ് കരീം സാറിൻ്റെ കോൺട്രിബ്യൂഷൻ. കാരണം എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആരാണ് അത് ചെയ്യേണ്ടത്, അത് ചെയ്ത് വരുമ്പോഴല്ല കണ്ടുപിടിക്കുന്നത്, അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാവും. ഇത് പലപ്പോഴും ഞാൻ അദ്ദേഹത്തിനെ പോഴ്ത്താൻ പറയുന്നൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈസ് എ ടഫ് ഡേ ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ അതുപോലെ നടപ്പിലാക്കി കൊടുക്കാൻ അദ്ദേഹം അങ്ങേയറ്റം വരെ അതിൻ്റെ പിന്നാലെ ഞങ്ങളെ വിടാതെ പിന്തുടരും. അപ്പോൾ ഈ രീതി തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. കരീം സാറിനെ പൊക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കരീം സാറിനെ പൊഴുത്താൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മുടെ പല ചെറുപ്പക്കാർക്കും ഇന്നില്ലാതെ പോയ ഒരു സ്വഭാവ വിശേഷം കൂടിയാണ്. അതായത് എന്താണ് ചെയ്തു തീർക്കാനുള്ളതെന്നും ആ ചെയ്തു തീർക്കേണ്ടത് എങ്ങനെയാണെന്നും ആ ചെയ്തു തീർക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടാവുന്ന ഫലങ്ങൾ എന്താണെന്നും റിസൾട്ട് എന്ന്, അത് പ്ലസ് ഉണ്ടാവാം, മൈനസ് ഉണ്ടാവും. സാറിനോടൊരു കാര്യം പറയുമ്പോൾ മുഴുവൻ പോസിറ്റീവ് എന്നുള്ള സാർ പറയാം, അത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അത് ചെയ്ത്, അത് തന്നെയാണ് കഴിവ്, അത് തന്നെയാണ് എബിലിറ്റി. ആ എബിലിറ്റി അല്ലെങ്കിൽ ആ നെഗറ്റീവ് സൈഡ് കാണാനുള്ള കഴിവ് കൂടി ഉള്ളതാണ് കരീം സാറിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേപ്പബിലിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ റിസോഴ്സസ് ഒരുപാടുണ്ടാവുമ്പോൾ, അത് മെറ്റീരിയൽ റിസോഴ്സസ് ആയാലും ഹ്യൂമൻ റിസോഴ്സസ് ആയാലും മറ്റ് ഫിസിക്കൽ റിസോഴ്സസ് ആയാലും ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല.
ആവശ്യത്തിലധികം ടീച്ചേഴ്സ് ഉണ്ടാവുക, ആവശ്യത്തിലധികം ക്ലാസ് റൂം ഉണ്ടാവുക, ആവശ്യത്തിലധികം മറ്റു സംവിധാനങ്ങൾ ഉണ്ടാവുക. അപ്പോൾ പ്രിൻസിപ്പാളുടെ പണി അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ പണി എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ആകെ 2 പണിയേ ഉള്ളൂ. പരീക്ഷകൾ എങ്ങനെ നടത്തുന്നു എന്ന് നോക്കുക, അധ്യാപകർ കൃത്യമായിട്ട് വരുന്നുണ്ടെന്ന് നോക്കുക. പക്ഷേ റിസോഴ്സസ് കമ്മിയാവുക, ഫിസിക്കൽ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസും രണ്ടും കമ്മിയാവുക, ടാർഗറ്റുകളിൽ ഒരു വ്യത്യാസവും വരാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരിക, അതേസമയം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ സമയങ്ങളിൽ ചെയ്തു തീർക്കേണ്ടി വരിക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മാനേജർ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ഹെഡ് മാസ്റ്റർ ഷൈൻ ചെയ്യുന്നത്. അലീൽ സാറിൻ്റെ വിജയം എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. നേരം ഒരുപാട് വൈകി. ഞാനും സാധാരണ ഇതിൽ ലേറ്റ് നൈറ്റുകളിൽ അങ്ങനെ പ്രിഫർ ചെയ്യാത്തതാണ്. അലീൽ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു 1-2 ദിവസമൊക്കെ ഇരുന്ന് അത് ഞങ്ങൾ പരസ്പരം പറയാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അറിയാവുന്ന പറയുന്നില്ല, നടക്കുന്ന ഓരോ കാര്യങ്ങളിലും സാർ എന്നോട് അഭിപ്രായം ചോദിക്കാറുണ്ട്, ഞാൻ സാറിനോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളല്ല, ഞങ്ങൾ നല്ല സഹോദരങ്ങളായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും കാലമുണ്ട്. കാരണം സുഹൃത്തുക്കളാവുമ്പോൾ നല്ലത് മാത്രമേ പങ്കുവെക്കൂ, സഹോദരങ്ങളാവുമ്പോൾ നല്ലത് ചീത്തയും പങ്കുവയ്ക്കും. നല്ലതും ചീത്തയും ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഞാൻ അദ്ദേഹത്തോടും ചോദിക്കാറുണ്ട്, അദ്ദേഹം എന്നോടും ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി മാറ്റേഴ്സിൽ ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താറുണ്ട്. ഒരു പരിധിവരെ കവരത്തി സ്കൂളിലെ കഴിഞ്ഞ 2-3 വർഷങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അലീൽ സാറിന് വളരെയധികം നല്ല ഗുണമുണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും ആന്ധ്രാപ്രദേശായ കാലത്ത് അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള വർഷങ്ങളിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഒരുപാട് സോഷ്യൽ മേഖലകളിൽ അദ്ദേഹം വളരെ ആക്റ്റീവാണ്. അദ്ദേഹം എന്താ പറയുക, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആ മേഖലകളിലൊക്കെ തന്നെ, സാമൂഹിക സേവന മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹം ആക്റ്റീവായിരിക്കണം. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഇനിയും ഈ സമൂഹത്തിന് കിട്ടേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കും ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. അടുത്തതായി SMC ചെയർമാൻ ആറ്റൽ. അസ്സലാമു അലൈക്കും. ഇന്നത്തെ വിശിഷ്ട അതിഥി ഇവിടെ കലീൽ സാറ്, വേദിയിലെ EO സാറ്, വേദിയിലെ പ്രമുഖ വ്യക്തികൾ, ടീച്ചേഴ്സുമാർ, അധ്യാപകന്മാർ, ഇന്ന് വാസ്തവത്തിൽ വളരെ വേദനയോടെയാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. കാരണം ഒരു അധ്യാപകൻ പിരിഞ്ഞു പോവുക എന്നുള്ളത് സാധാരണഗതിയിലുള്ളതാണ്. 60 വയസ്സാകുമ്പോൾ റിട്ടയർമെൻ്റ് ആകുന്നതാണ്. പക്ഷേ അതിനുപരി അതിന് വ്യത്യസ്ത രീതിയിലുള്ള ഒരു അധ്യാപകനാണ് നമ്മുടെ കലീൽ മാഷ്. അദ്ദേഹം നിശ്ചയമായിട്ട് ചാർജ് എടുത്ത സ്കൂളുകളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ആ സേവനം കാഴ്ചവെച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് സാറിനെ അധികം പരിചയമില്ല. ഞാൻ പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് സാറിനാണ് ഞാൻ പരിചയപ്പെടുന്നത് ഹൈസ്കൂൾ ഇവിടുന്ന് ആദ്യത്തെ ഷിഫ്റ്റിങ്ങിലാണ്. അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ധൈര്യത്തോടെ നേരിട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ കലീൽ സാർ. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ SMC ആയിട്ട് ഇവിടെ വന്നപ്പോൾ, ചെയർമാനായിട്ട് ഇവിടെ വന്നപ്പോൾ, ഞാൻ എന്ത് തീരുമാനം എടുക്കുന്നോ ആദ്യമായിട്ട് ഞാൻ പോകുന്നത് കലീൽ സാറിനോടായിരിക്കും. കാരണം സാറേ, നമുക്ക് അത് ഇങ്ങനെ ചെയ്താൽ എന്താണെന്ന് ചോദിച്ചാൽ സാർ അതിന് തക്കതായ മറുപടി ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങളുടെ ഡയറക്റ്റ് ചെയ്യുന്നത്, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സാറുമായിട്ട് ആലോചിച്ചല്ലാതെ ഞങ്ങൾ വേറെ ആരുമായിട്ട് ആലോചിച്ച് ഒരു പരിപാടി ഞങ്ങൾ ചെയ്തില്ല. അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിജയവും. ഈ സാറിൻ്റെ ഈ വിടവ് നമുക്ക് ഒരിക്കലും ഒരു അധ്യാപകനിലൂടെ എത്താൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങളെല്ലാവരും നല്ല അധ്യാപകന്മാർ തന്നെയാണ്. കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ അധ്യാപകന്മാരോട് പറയാനുള്ളത്, കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വളരെ നല്ല റിസൾട്ടാക്കി തന്ന എൻ്റെ അധ്യാപകർക്ക് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. SMC ചെയർമാൻ എന്നുള്ളതിനൊക്കെ എന്നോടൊപ്പം എല്ലാ കാര്യത്തിലും നിന്ന് പ്രവർത്തിച്ച ബഹുമാന്യനായ കലീൽ സാറും
ഇന്ന് നമ്മളിൽ നിന്ന് ആ വർക്കിൽ നിന്നും വിടവാങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സമയപരിമിതി കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം വിടവാങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം നല്ല നിലയിലുള്ള കുടുംബപരമായിട്ട് നല്ല നിലയിൽ ജീവിച്ച് അദ്ദേഹത്തിൻ്റെ ആ ജീവിതകാലം സന്തോഷത്തോടെ ജീവിതം ഉണ്ടാകുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന പരിചയം നമ്മൾ അത് പഠിച്ച് കണ്ടുകൊണ്ട് നിങ്ങളെല്ലാവരും സാറിൻ്റെ ആ പരിചയ സ്കൂളിൽ പ്രാവർത്തികമാക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാറിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എന്നെ എന്തെങ്കിലും സാർ ഞാൻ SMC എന്നുള്ളതിലേക്ക് സാറിനോട് ഞാൻ എന്തെങ്കിലും ദേഷ്യമായിട്ടോ അല്ലെങ്കിൽ സാറിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും നാം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സാറിന് എനിക്ക് സന്മനിയും ക്ഷമിച്ചു തരണമെന്ന് സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം സാറിനേക്കാളും വിവരം കുറവാണ്. എന്തെങ്കിലും എൻ്റെ വിവരക്കേട് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാർ എനിക്കത് ക്ഷമിച്ചു തരണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ തൽക്കാലം നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട ഖാലിദ് സാർ, പ്രിൻസിപ്പൽ, EO, വിജേഷ് കൗൺസിലർ, വിശിഷ്ടാതിഥികൾ, അതോടൊപ്പം വേദിയിലിരിക്കുന്ന SMC വിശിഷ്ടാതിഥികൾ, റിയാസ് സാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകന്മാരെ, മറ്റ് SMC ഭാരവാഹികളെ, അസ്സലാമു അലൈക്കും. വിനീതമായ നമസ്കാരം. ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തുക സാറിൻ്റെ അടുത്ത് ഖലീൽ സാറുമായിട്ട് ഒരു വർഷങ്ങളോളം പരിചയവും സാറിൻ്റെ ശിക്ഷണവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ വരുമ്പോൾ ഇനി സാറിൻ്റെ ആ വിടവ് നികത്താൻ പറ്റാത്തതാണെങ്കിലും പ്രിൻസിപ്പാൾ സാർ പഠിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇവിടെ ഖലീൽ സാറിൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചിട്ട് പോകാൻ വിചാരിക്കുമ്പോൾ ഇപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഖലീൽ സാറില്ല. ഇനി പോകുന്ന പ്രിൻസിപ്പാളിൻ്റെ അടുത്താണ്. സാറിൻ്റെ അടുത്ത് പോകുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ വല്ലാത്തതെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പേടിയാണ്. ഇപ്പോൾ എനിക്ക് ധൈര്യമാണ്. ആ ധൈര്യം സാറി ഒരു വാക്കുകളിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർ ദിവസങ്ങൾ അത് സബലീകൃതമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വാക്കുകൾ വരുന്നില്ല. കാരണം സാറിന് മുമ്പിൽ എല്ലാവരും കൂടി വിട്ട് പോവുകയാണ്. അപ്പം ഇനിയിപ്പോൾ എപ്പോൾ കാണുമെന്ന് അറിയില്ല. മന്ത്രോത്തിഥിയിൽ ഇവിടെ എല്ലാം ജോലി ചെയ്തപ്പോൾ വളരെ ഒരുപാട് എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട്. ഒന്നുറപ്പാണ് സാറേ, ഞങ്ങൾ ഉറപ്പായിട്ട് ഖലീൽ സാറിനോട് പറയുന്നത്. ഒരുപാട് ആൾക്കാരെ വിത്തുകൾ ഇവിടെ പാകിയിട്ടാണ് സാർ പോകുന്നത്. ആ വിത്തുകൾ ഇവിടെ മുളച്ചു വരും. അത് വളരെ പടുവൃക്ഷമായിട്ട് വരും. അതിൻ്റെ മാറ്റങ്ങൾ ഈ കവരത്തി ദ്വീപിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. ഞങ്ങൾ അതുപോലെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഡിപ്പാർട്ട്മെന്റിലും അറിയിക്കും. സാറിൻ്റെ ആ ഗുരുത്വം ഞങ്ങളിലുണ്ടാവും. ഒരു സംശയം വേണ്ട. രവി സാറിനും ഇത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഖലീൽ സാർ ബുദ്ധിമുട്ടിച്ച പോലെ ഞങ്ങളുടെ സാറിനെ ഇപ്പോൾ ബുദ്ധിമുട്ടിച്ചിരിക്കും. ഇൻഷാ അല്ലാഹ് അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ട ഖലീൽ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ജീവിതത്തിൽ നല്ല ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ശാരീരികമായ എല്ലാ ബുദ്ധിമുട്ടുകളും പടച്ചവൻ മാറ്റിക്കൊണ്ട് നല്ലൊരു ഭാവി ജീവിതം നയിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്നും എല്ലാവർക്കും നമുക്ക് നൽകട്ടെ എന്നും നമ്മുടെ ഈ സ്കൂളിൻ്റെ ഈ അന്തരീക്ഷം കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. കാരണം മുമ്പ് കണ്ട ഇവിടെ വരുമ്പോൾ ഞാൻ ഒരു ദിവസം വരുമ്പോഴത്തേക്കും കൂട്ടിയിട്ടിരിക്കുന്ന കുറേ ചെയറുകളായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. പ്രിൻസിപ്പാൾ തന്നെ ഈ വന്നുകൊണ്ടുപോയിട്ട് ഇവിടെ ഇട്ടിട്ട് അതൊക്കെ ഓപ്ഷൻ നടത്തി ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു. ഒരു കൂട്ടായ്മ വീണ്ടും അത് എല്ലാ രീതിയിലും നല്ലൊരു കൂട്ടായ്മയും നല്ല ഒരുമയും പെരുമയും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഴയുടെ നല്ല ഒരു അന്തരീക്ഷത്തിൽ നിർത്തുന്നു. ഏവർക്കും നല്ല ഒരു അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും.
ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ ഓഫീസർ, പ്രിൻസിപ്പൽ, ഇന്നത്തെ മുഖ്യാതിഥി പ്രിയപ്പെട്ട കലീൽ സർ, ആഷിം സർ, സരീന ടീച്ചർ, ഹെഡ് മാസ്റ്റേഴ്സ് ഓഫ് വേരിയസ് സ്കൂൾസ്, പ്രിയപ്പെട്ട SMC ചെയർമാനായ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇവിടെ ഒരുപാട് പേര് കലീൽ സാറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. രവി സാർ പറഞ്ഞ പോലെ കലീൽ സാറിനെ കുറിച്ച് പറയാൻ നിന്നാൽ എനിക്ക് കലീൽ സാറിന്റെ പരിചയം ആയിട്ട് രവി സാറിനെ പോലെ അത്ര വർഷത്തെ പരിചയം ഇല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കലീൽ സാറിനെ പരിചയപ്പെടുന്നത് 2010-ലോ 2011-ലോ ആണെന്ന് തോന്നുന്നു. കലീൽ സാർ SB സെക്ഷനിലെ ഹെഡ് മാസ്റ്റർ ആയിട്ട് കുറച്ച് നാൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസം കൊണ്ട് സാർ പോയി എന്ന് തോന്നുന്നു. അത് കുറെ നാളാണ് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തത്. അപ്പൊ അന്ന് തന്നെ എനിക്ക് തോന്നിയിരുന്നു ആരോടും കലീൽ സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തീരെ പരിചയമില്ലാത്ത ഒരാളെയും ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അവരെ ഒരു സ്വന്തം ആൾക്കാരെ പോലെ ആക്കി മാറ്റാനുള്ള ഒരു കഴിവാണ് കലീൽ സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കണ്ടത്. രവി സാർ പറഞ്ഞ പോലെ ഈ നമ്മളൊരു ടഫ് ടൈമിലൂടെയാണ് കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഹ്യൂമൻ റിസോഴ്സ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ സൗകര്യങ്ങളായാലും പലപ്പോഴും പ്രത്യേകിച്ച് ഈ വരുന്ന പല ഇന്നോവേറ്റീവ് കാര്യങ്ങളും ഏറ്റവും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരുന്നത് കവരത്തിയിലാണ്. അപ്പൊ കഴിഞ്ഞ ഒരു 4-5 വർഷമായി ഏറ്റവും ടഫ് ടൈമിൽ ഈ കവരത്തിയിലെ എല്ലാ ഈ ഇംപ്ലിമെന്റേഷനിലും പ്രിയപ്പെട്ട കലീൽ സാറിനാണ് അതിന്റെ ഒരു ഭാഗമായി നിൽക്കേണ്ടത്. പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, അത് ഓടി നടന്ന്. പക്ഷേ പലപ്പോഴും ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നടപ്പിലാക്കേണ്ടത്. രവി സാർ പറഞ്ഞ പോലെ കലീൽ സാർ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും വന്ന് മാക്സിമം കലീൽ സാർ ഈ കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കും. അവസാനം എല്ലാ കാര്യങ്ങളും അപ്പുറം ഇപ്പുറം പറഞ്ഞ ശേഷം ഇനി അത് ഇംപ്ലിമെന്റ് ചെയ്യലേ വഴിയുള്ളൂ, നമുക്ക് വേറെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും സാർ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും മുമ്പിൽ നിൽക്കും. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരുമ്പോൾ അതിനെ എത്രമാത്രം അതിനെ തടയാൻ പറ്റും അതിന്റെ മാക്സിമം സാർ അതിനുവേണ്ടി ശ്രമിക്കും. ഇനിയിപ്പോ അതിനൊരു രക്ഷയില്ല, അതിനി നമുക്ക് ചെയ്തേ പറ്റൂ എന്ന് ഒരു സിറ്റുവേഷനിൽ അത് ചെയ്യാറുണ്ട്. അത് ചെയ്ത് തീർക്കാനുള്ള ഒരു ആർജവും കലീൽ സാർ ഏത് കാര്യത്തിലാരും കാണിച്ചിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. നേരത്തെ രാജേന്ദ്രൻ സാർ പറഞ്ഞ പോലെ ഈ റിട്ടയർമെന്റ് ഒക്കെ ഒരു 3-4 മാസം മുമ്പൊക്കെ എല്ലാവരും ലോങ് ലീവ് എടുത്ത് പോയി ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ റിട്ടയർമെന്റ് ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം മുമ്പ് ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. കലീൽ സാറിന്റെ ക്രെഡിറ്റ് ഇഷ്ടംപോലെ ലീവ് ഉണ്ടായിട്ട് പോലും ഏറ്റവും ടഫായിട്ടുള്ള സമയത്ത്, ഇപ്പൊ കഴിഞ്ഞ പ്രവേശനോത്സവത്തിന്റെ സമയത്തൊക്കെ സാർ ഈ മാസം റിട്ടയർ ചെയ്യുന്നതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും നമുക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ഇനിയും ഒരു 4-5 വർഷം കൂടി സാർ ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്ന പോലെയാണ്. ഓരോ നിമിഷവും രാത്രി 12:30ക്കും സാർ ഇവിടെ ഉണ്ട്, രാവിലെ 6 മണിക്കും ഇവിടെ ഉണ്ട്. അപ്പൊ റിട്ടയർമെന്റിന് ഒരു 10 ദിവസമുള്ള ഒരു ലോകത്തെ വ്യക്തിയും ഇത്രയും ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇന്നലെ 5:30ക്ക് സാർ എന്നെ വിളിക്കുകയാണ്. ഞങ്ങൾ ആ പുതിയ അഡ്വൈസറുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോ ഇന്നലെയാണോ മിനിഞ്ഞാണോ എന്നാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. സാർ വിളിക്കുന്നത് SB സ്കൂളിലെ നമ്മുടെ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്ന കോൺട്രാക്ടർക്ക് ആ സാധനം കയറ്റാൻ പറ്റുന്നില്ല, അയാൾക്ക് ഷിപ്പിംഗ് ബില്ല് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ലെറ്റർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ 5:30ക്ക് സാർ ഇനി 2-3 ദിവസമേ ഉള്ളൂ. ആ സാധനം വന്ന് ഇവിടെ എത്തുമ്പോഴേക്ക് സാർ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അത്രയ്ക്കും അപ്പൊ എന്നിട്ട് വിളിക്കാൻ അപ്പൊ തന്നെ ഞങ്ങൾ ആ ലെറ്റർ അടിച്ചു, സാറിന് അയച്ചു കൊടുത്തു, പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തു. അപ്പോ ഈ മാർച്ച് 25-ാം തീയതിയാണ് ഈ 1 to 8 എന്ന് പറയുന്ന SB സ്കൂൾ വിങ് ഇടിക്കാൻ പോവുകയാണെന്ന് ഇവരെ നമുക്ക് തന്നെ അറിയുന്നത് മാർച്ച് 25-ാം തീയതിയാണ്. 5 ദിവസം കൊണ്ട് ആ സ്കൂള് മാറ്റണം. അതൊക്കെ ഒരു വലിയൊരു ടഫ് സിറ്റുവേഷൻ ആയിരുന്നു. എന്നിട്ട് നിങ്ങൾക്കറിയാം, ഒരു കോൺട്രാക്ട് വിളിക്കുക, അതിന്റെ വർക്ക് അവാർഡ് ചെയ്യുക, അതിന്റെ അപ്രൂവൽ എടുക്കുക, ഇങ്ങനെയുള്ള വളരെ ടഫായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സമയത്തൊക്കെ രാജേന്ദ്ര സാർ പറഞ്ഞതുപോലെ നാട്ടിലേക്ക് ഒന്നും പോവാതെ ഈ വെക്കേഷൻ മുഴുവനും ഇവിടെ നിന്ന് കലീൽ സാർ തീർച്ചയായിട്ടും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയും സ്കൂളിന്റെ ഇടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട് വർക്ക് ചെയ്തത് കൊണ്ടാണ് ഇത്രയെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് കലീൽ സാറിനെ സംബന്ധിച്ചിടത്തോളം 60 വയസ്സെന്ന് പറയുന്ന ഒരു ഏജ് ഒന്നുമല്ല. അമേരിക്കൻ പ്രസിഡന്റിന് 78 വയസ്സുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രിക്ക് 75 വയസ്സുണ്ട്. അപ്പൊ കലീൽ സാറ് ഈ ഗവൺമെന്റ് എംപ്ലോയ്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഒരിക്കലും ഇതൊരു ലൈഫിലെ റിട്ടയർമെന്റ് ആയി കാണരുത്. രവി സാർ പറഞ്ഞ പോലെ ഇനി ഒരുപാട് മേഖലകളിൽ കലീൽ സാറിന് തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ആഗ്രഹിക്കുന്നു.
അതുപോലെ വളരെ ദുഃഖമുള്ള വേറൊരു കാര്യം, ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ തവണ ഫോൺ ചെയ്ത ഒരു വ്യക്തി ചിലപ്പോൾ ഖലീൽ സർ ആയിരിക്കും. ഫോൺ എടുത്തിട്ട് ഒരു ദിവസം 1-2 പ്രാവശ്യം ഖലീൽ സാറുമായിട്ട് ഫോണിലൂടെ സംസാരിക്കാത്ത ദിവസങ്ങൾ കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ കുറവാണ്. അപ്പൊ അത് ഇനി ഒരു 3 ദിവസത്തിന് ശേഷം ആ ഫോൺ എടുക്കുന്ന എന്തെങ്കിലും കവരത്തി സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വരുമ്പോൾ ഫോൺ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിൽ ഒരുപാട് വിങ്ങലുണ്ടാവും. കാരണം ഏത് സമയത്തും ചിലപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ സെക്രട്ടറി വിളിച്ച് പറഞ്ഞായിരിക്കും നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ സ്കൂളിലേക്ക് പോകണം. അപ്പൊ തന്നെ ഫോൺ എടുത്തിട്ട് നമുക്ക് വിളിച്ച് സെക്രട്ടറി വരുന്നുണ്ട് അല്ലെങ്കിൽ ഡയറക്ടർ വരുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ല, അവരെത്തുമ്പോഴേക്കും ഒരു പുഞ്ചിരിയോടുകൂടി ആ ഗേറ്റിന്റെ മുമ്പിൽ ഖലീൽ സർ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മനസ്സിൽ സങ്കടങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാളൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ഖലീൽ സർ. എന്നാൽ തന്നെയും പ്രത്യേകിച്ച് രവി സർ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും വിളിച്ച് പറയേണ്ടി വരുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നാറുണ്ട്, ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കും. പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെയുള്ള ഒരു മനോഭാവവും ഞാൻ ഇത്ര സീനിയർ ആണ് അല്ലെങ്കിൽ ഞാൻ ഇത്ര എക്സ്പീരിയൻസ് അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റവും ഇത്രയും വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. എന്നോട് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരാളോട് പോലും ഖലീൽ സാർക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഖലീൽ സാറിന്റെ ലൈഫിൽ ഇനിയും ഒരുപാട് നല്ല നല്ല പൊസിഷനുകളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ലീഡർ എന്ന് പറയുമ്പോൾ ഹി നോസ് ദ വേ, ഷോസ് ദ വേ ആൻഡ് ഗോസ് ദ വേ എന്നാണ്. റിയലി ഒരു ലീഡറാണ് ഖലീൽ സാർ. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഓരോ ടീച്ചേഴ്സും അവരുടെ മനസ്സിൽ ഇപ്പൊ പറയുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും സ്കൂളുമായിട്ട് സംബന്ധിച്ച് സങ്കടം വരുമ്പോൾ ആദ്യം അവരുടെ മനസ്സിലേക്ക് വരുന്ന ഖലീൽ സാർ ആയിരിക്കും. നാളെ പോയി ഖലീൽ സാറിനോട് ആ കാര്യം പറയാം എന്നായിരിക്കും ഇവിടുത്തെ ഒട്ടുമിക്ക ടീച്ചേഴ്സും മനസ്സിലായിരിക്കും. അതിനി ആരോട് പറയും? അതെങ്ങനെയാണ് നമ്മുടെ പ്രിൻസിപ്പാൾ സാർ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രിൻസിപ്പാൾ സാറിന്റെ ഖലീൽ സാർ എങ്ങനെയാണോ ഈ സ്കൂൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിലേക്ക് വരുമെന്ന് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ സാർ പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഒരു നൊമ്പരമാണ്, ഒരു ദുഃഖമാണ് ഖലീൽ സാർ പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഇന്ന് ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ ഇന്ന് എനിക്ക് നാസിമുദ്ദീന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആണ്, മറ്റേ BA മലയാളത്തിന്റെ നാസിം എഴുതിയ ഒരു ലേഖനം ഞാൻ വായിച്ചു. എങ്ങനെയാണ് നാസിം അറബി ടീച്ചിങ്ങിലേക്ക് പോയത്. അപ്പോ എത്രമാത്രം ഒരു ടീച്ചർ എന്ന നിലയിൽ, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ, ഒരു ടീച്ചർ എന്ന നിലയിൽ എത്രമാത്രം കുട്ടികളെ സ്വാധീനിക്കാൻ സാധിച്ചു എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഇതുപോലുള്ള അധ്യാപകർ നമ്മുടെ ഇടയിലേക്ക് ഇനി വരുമോ എന്ന് സംശയം. കാരണം ഇത്രയും ആത്മാർത്ഥതയോടുകൂടി റിട്ടയർമെന്റിന്റെ അവസാന മാസം പോലും, അവസാനത്തെ ദിവസം പോലും കോൺട്രാക്ടർക്ക് ഷിപ്പിംഗ് ബിൽ കൊടുക്കാൻ വേണ്ടി പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് ലെറ്റർ കൊടുക്കാൻ വേണ്ടി തൊട്ട് റിട്ടയർമെന്റിന് തൊട്ട് തലേ ദിവസം ഫോൺ ചെയ്യുന്ന വ്യക്തികളൊക്കെ ഇനി ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഖലീൽ സാറിന്റെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഇത് മറ്റൊരു കുതിച്ചു ചാട്ടത്തിനുള്ള ഒരു അവസരമാവട്ടെ എന്ന് ആശംസിച്ച് എല്ലാവർക്കും വേണ്ടി നന്ദിയോടെ താങ്ക് യു. Respected Principal Sir, you sir, Chief Guest Khalil Sir, Shana Sir, other HMs and my dear colleagues. എനിക്ക് ഖലീൽ സാറുമായിട്ട് വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഈ മാസം 9-ാം തീയതി മുതൽ ഇന്നത്തെ ദിവസം വരെ വളരെ കുറഞ്ഞ ദിവസത്തെ പരിചയം ഒന്നിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ. അതിന് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് നമ്മളിവിടെ ഒരു വലിയൊരു മഹാമേള തന്നെ നടത്തുകയുണ്ടായി. അതിൻ്റെ കോർഡിനേഷൻ സാറിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സാറിനൊന്ന് കോപ്പി ചെയ്യാനുണ്ട്, നമ്മളെല്ലാവർക്കും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ നടപ്പിൽ വരുത്തുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു മഹാമേള വളരെ വിജയകരമായി നടത്തിക്കൊണ്ട് ശേഷമാണ് സാർ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ സാർ ഇന്നുകൂടി എല്ലാ സ്കൂളുകളിലും വന്നിട്ടുണ്ട്, എല്ലാ ടീച്ചേഴ്സുമായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. എല്ലാ ടീച്ചേഴ്സിനെയും കണ്ടുകൊണ്ട് സംസാരിക്കാൻ സാർ ശ്രമിച്ചു, എല്ലാവരുമായിട്ട് സംസാരിച്ചു. അത്രയ്ക്കും ഒരു മാതൃക അധ്യാപകനാണ് നമ്മളെ വിട്ടു പോകുന്നത്. ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല. സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യത്തോടു കൂടിയുള്ള ഒരു റിട്ടയർമെന്റ് ലൈഫ് ആശംസിച്ചുകൊണ്ട് വിരമിക്കുന്നു. ജയ്.